ഹായ് ഫ്രണ്ട്സ്, പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് തിരക്ക് പിടിച്ച ദിവസങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാതിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇവിടെ. പിന്നെ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ, ചെറിയുള്ളി ധാരാളം വേണം കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് സ്പെഷ്യലാകുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നല്ലോണം പൊട്ടിക്കോട്ടെ. ഒരു മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവ് കുറഞ്ഞതാണിത്. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അല്പം തന്നെ മതി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് നോക്കണ്ട, നല്ലോണം ഒന്ന് വാടിയാൽ മതി. കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കയറി ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. കോവയ്ക്ക വളരെ ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇറക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് വേവട്ടെ. നമ്മുടെ തോരൻ എന്ത് പാകമായെന്ന് നമുക്ക് നോക്കാം. കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല, പക്ഷെ എന്നാലും അതിൽ ജലാംശം കണ്ടോ. നമുക്ക് നമ്മുടെ തോരൻ സ്പെഷ്യലാകുന്നത് എപ്പോഴാണെന്ന് കാണാം. ഇതിപ്പോൾ സാധാരണ മെഴുക്കുവരട്ടി, കോവയ്ക്ക ഒരു മെഴുക്കുവരട്ടി രൂപത്തിലാണ്. ഇപ്പം ഇതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോവയ്ക്ക സ്പെഷ്യലായത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ടയും കൂടെ ചേരുമ്പോൾ ഈ കോവയ്ക്കയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിന്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ.
നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങയും കൂടെ ചേർന്നപ്പോൾ തോരൻ എത്ര അളവ് കൂടി നോക്കൂ. പാത്രം തികയാതെ വന്നു അല്ലേ നമ്മുടെ. ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു മിനിറ്റ് അടച്ചു വച്ച ശേഷം ഞാൻ നമ്മുടെ പാത്രം ഒന്ന് മാറ്റിയിട്ടോ. കാരണം അതിൽ നിറഞ്ഞ കാരണം ഇളക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാന് അടുപ്പത്ത് വെച്ചു. കണ്ടോ, ഫ്രീ ആയിട്ട് നല്ല പൊടി പൊടി പോലെ അടിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ കോവയ്ക്ക തോരൻ മുട്ടയും കൂടെ ചേർത്തിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ മുട്ടയും തേങ്ങയൊക്കെ കൂടെ ചേരുമ്പോൾ നന്നായിട്ട് പൊലിമയുണ്ടാവും. ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വാങ്ങ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കോവയ്ക്കയും മുട്ടയും കൂടെ ചേർന്നിട്ടുള്ള ഈ തോരൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അധികം താമസിയാതെ തന്നെ വരാം.